ഇന്നത്തെ റെസിപ്പി നോയമ്പിന് കഞ്ഞിയിലൂടെ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ്. ഒരു കൂട്ടാൻ എന്നൊക്കെ പറയാം. എളുപ്പമാണ് ഉണ്ടാക്കാൻ, വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ചേമ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 ചേമ്പ്, അത്ര വലിയ വലിപ്പമൊന്നും ഇല്ലാത്ത ചേമ്പാണ്, തൊലിയൊക്കെ ചെത്തി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ അല്പം നീളത്തിൽ കട്ടിയിൽ അരിഞ്ഞെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഞാൻ ഉപ്പ് കലക്കി ഒഴിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പ് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു ചേമ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. തീ ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഞാനത് മറന്നുപോയി. ഇതിനകത്തോടെ 2-3 കറിവേപ്പില വേണം, 4 പച്ചമുളകും കൂടി ഇടാനുണ്ടേ. അതൊന്ന് നെടുകെ കീറിയിട്ട് കൊടുത്താൽ മതി. കുറച്ച് നേരം അടച്ചു വെച്ചു. ഇനി ഇത് അടുപ്പ് മാറ്റാം. കണ്ടോ, വെന്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ വെന്ത്. ഇനി നമുക്കിത് ഉടച്ചു കൊടുക്കാം. ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ച് ഉടച്ചു കൊടുത്താൽ മതി. ഇത്രയൊക്കെ ഉടച്ചാൽ മതി. 1-2 കഷ്ണമൊക്കെ ഇങ്ങനെ കാണുകയും ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1 കൈപ്പിടി തേങ്ങ, ഒരു അല്ലി വെളുത്തുള്ളിയും 3 അല്ലി കൊച്ചുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വെള്ളം ചേർത്ത് നല്ല പട്ട് പോലെ അരച്ചെടുത്താണ് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാണ് ചേർക്കുന്നത്. നല്ലതുപോലെ ചൂടാവണം. ചൂടായിട്ട് തിള വരുമ്പോൾ നമുക്കിത് ഓഫാക്കണം. അപ്പോൾ ഇതേപോലെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയുടെ ജാറ് കഴുകിയൊക്കെ ഒഴിച്ച് വെള്ളം നമുക്ക് നല്ലതായിട്ട് ബാലൻസ് ചെയ്തിട്ട് വേണം ഈ കറി തയ്യാറാക്കാൻ. അല്ലെങ്കിൽ കറി കുറുകിപ്പോവും തണുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇത് നല്ലതുപോലെ തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കാം. 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 3 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില. ഇതിനകത്തോട്ട് 1 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തീ ഓഫാക്കി ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയുടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അപ്പം നമ്മുടെ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ കറി വെച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ്. കഞ്ഞിക്കും ചോറിനും ഒക്കെ അടിപൊളിയാണ്. ചൂട് കഞ്ഞിയുടെയും ചൂട് ചോറിൻ്റെയും കൂടെ കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.